സർ, ഈ ഹമാസ് അല്ലെങ്കിൽ ഗസ അതൊരു പ്രശ്ന പരിഹാരമില്ലാത്ത വിഷയത്തിൽ നിന്ന് ഒരു പരിഹാരത്തിലേക്ക് കടക്കും എന്നൊരു സൂചനയിൽ നിന്ന് വീണ്ടും തെന്നി മാറി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് 72 മണിക്കൂർ സമയവും കൊടുത്തു. ഇത് പാലിച്ചെങ്കിൽ അവിടെ എല്ലാം സുഗമമായിട്ട് നടക്കും, ഇല്ലെങ്കിൽ ഇസ്രയേൽ അവിടെ എന്ത് ചെയ്താലും ഒന്നുമില്ല, ഞങ്ങൾ നോക്കിയിരിക്കുള്ളൂ എന്നാണ് അമേരിക്ക പറഞ്ഞ നിലപാട്. അപ്പോൾ ഹമാസ് അവിടെ ആയുധം വെച്ച് കീഴടങ്ങണമെന്നുള്ളതാണ് പ്രധാന വ്യവസ്ഥ. പക്ഷേ അത് തള്ളിക്കളയുകയാണ് അവർ. അതിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറയുന്നു. ഒരു വിഭാഗം പറയുന്നത് ഈ സമാധാന ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകാം, മറുവിഭാഗം പറയുന്നത് ഈ ആയുധം വെച്ച് കീഴടങ്ങൽ നടപടിയുള്ള കാര്യമല്ല, ഗസയിൽ നിന്ന് ആരും ഒഴിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല, വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഗ്യാരണ്ടി വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഗസ എന്ന് പറയുന്ന ആ വിഷയം, അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന വിഷയം ഒരു സങ്കീർണതയിൽ നിന്ന് അതിസങ്കീർണതയിലേക്ക് പോകും എന്നതിനപ്പുറം ഒരു സമാധാനം അവിടെ ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. എന്താ കാണുന്നത്? അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ മുസ്ലിം പൊളിറ്റിക്സിൻ്റെ ഒരു കാപട്യമുണ്ട്. മുസ്ലിം പൊളിറ്റിക്സ് അവർക്കിടയിലുള്ള അവരുടെ ശത്രുക്കളെ തിരിച്ചറിയണം ആദ്യം. ഹമാസ് പാലസ്തീനെ ഓവർലുക്ക് ചെയ്ത്, അല്ലെ അതിനേക്കാൾ പ്രാധാന്യം ഹമാസിന് എങ്ങനെ വന്നത്? അതെ, ഒക്ടോബറിൽ 2021 ഇസ്രായേലിലേക്ക് കുടിയേറ്റം കയറിയപ്പോൾ ഈ ഇസ്ലാമിക സംഘടനകൾക്ക് അറിയാമായിരുന്നു ഇത് ഹമാസ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ തന്നെ നോക്കൂ, ഇവിടെ അന്ന് ഹമാസ് കയറി ആഘോഷിച്ചവരുണ്ട്. ഇസ്രായേൽ ഹമാസിനെ തിരിച്ചാക്രമിച്ചപ്പം അതിനെ അപലപിച്ചവരുണ്ട്. ഇന്ന് ഹമാസിൻ്റെ പേര് അവർ പറയുന്നില്ല, പകരം അത് ചുരുങ്ങി പാലസ്തീനിലേക്ക് വന്നിരിക്കുന്നു. പാലസ്തീൻ തന്നെ പറയുന്നു ഹമാസ് മര്യാദയ്ക്ക് നിൽക്കണം. അതിൻ്റെ കാരണം ലോകത്തിലെ ഏത് മനുഷ്യനും സ്വസ്ഥമായി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നു. പട്ടാളം അത് ആഗ്രഹിക്കില്ല. കാരണം അവൻ്റെ ശമ്പളവും അവൻ്റെ ജീവനും അവൻ്റെ തൊഴിലും അതാണ്. മറ്റുള്ളവനെ ശത്രുവിനെ വെടിവെച്ചെങ്കിൽ മാത്രമേ അവന് കാശ് കിട്ടുള്ളൂ. അങ്ങനെ കുറേ തീവ്രവാദികളുണ്ട്. ഏറ്റവും മാന്യമായി കൊള്ളയടിക്കുക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റുള്ളവരെ കൊന്നിട്ട് ശത്രുവായിട്ട് ഡിക്ലെയർ അവരെ കൊന്നിട്ട് അത് ഞാൻ നിങ്ങളുടെ ഹീറോയാണ്, കാഫറുകളെ ഞാൻ 10 പേരെ കൊന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി ബെനിഫിറ്റുണ്ട്. ഇപ്പോൾ കാശ്മീരിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു വിഭാഗം പ്രശ്നം ഉണ്ടാക്കുന്നൊരു 10% പോലും ഇല്ലെന്നാണ് പറയുന്നത്. നേരത്തെ പണ്ട് തൊട്ടേ ഇല്ല. അത് കുറച്ചൊരു ലിബറൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ ഇവന്മാർ പെടലിൽ കയറാൻ വരും. അങ്ങനെയും പറ്റിയിട്ടുണ്ട് അവിടെ. അങ്ങനെയാണ് പലതും പിന്നെയും വീണ്ടും പഴയ രീതിയിലേക്ക് വരുന്നത്. ഈ 10 പേരുടെ ആ ബലത്തിലാണ് ഇവിടെ നോക്കും. ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക് പോപ്പുലേഷനിലെ എത്ര ശതമാനം പേര് ഹമാസിൻ്റെ എതിരായി അല്ലെ ഹമാസിന് അനുകൂലമായൊരു പ്രകടനം നടത്താൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ സംഘടിതരാണ്. ഹമാസിന് അനുകൂലമായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരെക്കാൾ സംഘടിതരാണ്. സംഘടിത ശക്തി, റോഡിലെ ശക്തി, മുദ്രാവാക്യത്തിൻ്റെ ശക്തി കാണിക്കാൻ ആർക്ക് പറ്റും? ചുമരെഴുത്തിൻ്റെ ശക്തി, അത്യാവശ്യം 1-2 പേരെ പേടിപ്പിക്കുക കാണിക്കാൻ പറ്റും. മറ്റേ ജോസഫ് സാറിനെ കൈവെട്ടിയവർക്ക് അങ്ങനത്തെ പരിപാടി നടത്താൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ? ഇനി കുറച്ചുകൂടെ ഏത് തീവ്രവാദ പ്രസ്ഥാനവും മനുഷ്യനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഏത് പ്രശ്നം, അത് നക്സലേറ്റുകളായാലും ഹമാസ് ആയാലും SDP ആയാലും ബജരംഗ് ദളായാലും, ഒരു കാര്യം ആലോചിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിഷ്കരണം കൊന്നിരിക്കുന്ന സമകാലീന ചരിത്രത്തിലുള്ള ഒരാളെ വീരപ്പനെ നമ്മൾ ആരായിട്ടാണ് കാണുന്നത്? ചിലർ പുണ്യാത്മാവായിട്ട് കാണുന്നുണ്ട്. അല്ല, അത് അവിടെ ചുറ്റുകൊള്ളനായിട്ട് കാണും. കാട്ടുകൊള്ളക്കാരനും അല്ലെ സാമൂഹിക ദ്രോഹിയായിട്ടാണ് വീരപ്പനെ കാണുന്നത്. വീരപ്പനെ പട്ടാളം പോലീസ് പോയി വെടിവെച്ചപ്പോൾ ആർക്കും ഒരു പ്രതിഷേധമില്ലല്ലോ. ഇല്ല. പക്ഷെ മറിച്ച് വീരപ്പൻ ആ കൂട്ടത്തിൽ വീരപ്പൻ്റെ യൂണിഫോം മാറ്റിയിട്ട് ചെങ്കുവരയുടെ യൂണിഫോമും ഒരു മെഷീൻ ഗണ്ണും ഒക്കെ ആയിട്ട് പോയി കൊണ്ട് മാവോ ചീന ചെയർമാൻ നമ്മുടെ ചെയർമാൻ എന്നുള്ള മുദ്രാവാക്യം കൂടെ ഇയാൾ കൊന്ന സ്ട്രൈറ്റിലൊക്കെ ഇട്ടിട്ട് പോയിരുന്നെങ്കിലോ ഇയാൾ ആരാകുമായിരുന്നു? അയാൾ ആരാധ്യപാത്രമായേനെ. ഒരു ആരാധ്യപാത്രമാകുമായിരുന്നു. അതുതന്നെയല്ലേ ഇവിടെ നക്സലേറ്റുകൾ കയറിക്കുന്ന ഏതെങ്കിലും വൻകിട കൊള്ളക്കാരെ കൊന്നിട്ടുണ്ടോ? ക്വാറി മഫിയുടെ നാട്ടിൽ നിന്നാണ്, ഛത്തീസ്ഗഡിൽ നിന്നാണ് എത്ര ക്വാറി മഫികളെ ഇവർ കൊന്നിട്ടുണ്ട്? എത്ര പേരെ കൊന്നിട്ടുണ്ട്? എത്ര പേരെ ആക്രമിച്ചിട്ടുണ്ട്? ഇവിടെ വയനാട് വരുന്നുണ്ടല്ലോ. വയനാട് ഇഷ്ടം പോലെ ഉണ്ട് അനധികൃത കുടിയേറ്റങ്ങളും അനധികൃത ടൂറിസ്റ്റ്. അവിടെ എവിടെയെങ്കിലും ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ടോ? പാവം പിടിച്ച ആദിവാസി കുടിയിൽ കഞ്ഞി കുടിക്കാൻ വകയില്ല. നോട്ടീസ് ഒട്ടിക്കും. അതിനപ്പുറത്തേക്ക് ഇവർ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താ? പാവം പിടിച്ച ആദിവാസികളുടെ വീട്ടിൽ ചെന്നാൽ കഞ്ഞിയും ചോറും അടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അതാണ് ഇവരുടെ വിപ്ലവം. വിപ്ലവം എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ജീവിക്കാനുള്ള മാർഗമായിട്ട് മാന്യമായി. അതെ, ഹമാസിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപം ഇത് തന്നെ. കാര്യം സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ യാസർ അറാഫത്തൊക്കെ മുന്നോട്ട് വെച്ച കാലത്ത് ഒരു സമരമാർഗമായിരുന്നു. പക്ഷേ അതിപ്പോൾ ഭീകരവാദ ആശയത്തിലേക്ക് മാറി. പല ഹമാസിൻ്റെ നേതാക്കളും ശതകോടീശ്വരന്മാരായി മാറി. കാര്യം വലിയ തോതിലുള്ള ഫണ്ട്
ഇവർക്ക് ഇസ്രയേലിനെതിരെ അണിനിരക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയൊരു വിഭാഗം അത് മാത്രം ലക്ഷ്യം വെച്ച് ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ആക്ഷേപം. ഒരു ഭീകരവാദി ഏതിൻ്റെ ആയാലും ഒരു ഭീകരവാദിയായിട്ട് നമ്മൾ 10 പേര് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ നമ്മൾ നാളെ ഏത് വീട്ടിലേക്ക് കയറി ചെന്നാലും അവിടുത്തെ ഏത് പെണ്ണിനെ കയറി പിടിച്ചാലും ഒന്നും പറയില്ല. അവിടുത്തെ ഏത് ഭക്ഷണം എടുത്ത് കഴിച്ചാലും അവരൊന്നും പറയില്ല. പേടി ഇപ്പോൾ കാശ്മീരോ അല്ലെങ്കിൽ അതുപോലത്തെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഏത് ഭീകരപ്രവർത്തനം, എൻ്റെ മതം മാത്രമല്ല, ഇസ്ലാം മാത്രമല്ല, ഏതും അതുതന്നെയാണ്. അപ്പോൾ ആ ഭീകരപ്രവർത്തനം കൊണ്ട് ചെറുപ്പക്കാർക്ക് ആവേശമാണ്. ചെറുപ്പക്കാർക്ക് ഇതൊരു ആവേശമാണ്, ഭയങ്കര റെസ്പെക്റ്റ്, പേടി, ബഹുമാനം, ഭയത്തോടുകൂടിയുള്ള ബഹുമാനം. ഇത് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? ഒരു 10-18 വയസ്സുള്ള 20 വയസ്സ്. പക്ഷേ അവിടെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. കാര്യം ഈ ഹമാസ് അവിടെ നിൽക്കട്ടെ, അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇരകളായിട്ട് അവിടെ കുറേ സാധാരണക്കാരും മരിക്കുന്നുണ്ട്. അത് ഒരു വലിയൊരു പ്രശ്നമാണ്. കാര്യം ഇപ്പം ആഗോള സമൂഹം തന്നെ ആ കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ശക്തമായ നിലപാടുകൾ പലസ്തീനു വേണ്ടി എടുക്കുന്നത്. അതിന് ആഗോള സമൂഹത്തിന് നിലപാട് കാവട്ടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത സുഡാൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, നമ്മളാണ് പറഞ്ഞത്. അതെ, സുഡാൻ്റെ കാര്യം ചർച്ച ചെയ്തു. സുഡാനിൽ ഇഷ്ടംപോലെ പാവപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു, പട്ടിണി കിടന്ന് മരിക്കുന്നു, വെള്ളം കുടിക്കാൻ കിട്ടാതെ മരിക്കുന്നു. ആ സുഡാൻ്റെ കാര്യത്തെക്കുറിച്ച് ഇവർക്ക് ആർക്കും ബോധറേഷൻ ഇല്ല. എന്തേ ഇല്ലാത്ത? പാലസ്തീന് ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെ പിണക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളും തയ്യാറാകില്ല. അവിടെയാണ് സുഡാൻ്റെ കയ്യിലൊന്നുമില്ല തൽക്കാലം. അവിടെ ഇപ്പം മൈനിങ് ഉണ്ട്, ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ സമാധാനമാകും. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഖത്തർ ഇപ്പം വിപ്ലവം ഉണ്ടാക്കുന്നുണ്ട്. ഖത്തർ വല്ലതും ഉണ്ടാക്കിയോ? ഖത്തർ നന്ദി മാപ്പ് മേടിച്ച് തീർന്നു. അല്ല, പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു ഒരു ക്ഷമാപണമൊക്കെ നടത്തി. അതുകൊണ്ട് തീർന്നില്ലേ? അത് തീർന്നു, അതോടെ അത്രേ ഉള്ളൂ. ആ കൊന്നവരെ ഹമാസുകാരെ കൊന്നത് അത്താർക്കാൻ പറ്റി. ഇപ്പം പാലസ്തീൻകാർ പറയുന്നത് ഇവനെ പിടിച്ചോണ്ട് പോയാൽ അവർ കാശ് ഇങ്ങോട്ട് കൊടുക്കും. ഹമാസ് പറഞ്ഞ് നടക്കുന്ന തനി തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ, കാരണം എല്ലാവർക്കും സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഏത് മനുഷ്യൻ്റെ ലോകത്തെ, അത് മാർപ്പാപ്പയായാലും ചെഗുവേരയായാലും ഒരേ ആഗ്രഹമായിരിക്കും. അതെ, സ്വസ്ഥമായിട്ട് വൈകുന്നേരം സ്വസ്ഥമായിട്ട് ശല്യം ബോളം കൂടാതെ കിടന്നുറങ്ങണം. രണ്ട് മാളടിക്കുന്നവനാണ് അത് അടിച്ചിട്ട് കിടക്കണം. അത്രേ ഉള്ളൂ. അതിന് തടസ്സം നിൽക്കുന്ന ഒറ്റ വിഭാഗമുള്ളൂ. അത് ഇത് രാത്രി അല്ലെ ഒളിച്ചും പാത്തും വെടിവെക്കുന്നുണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നവർ അതിന് തടസ്സം നിൽക്കും. നീ ഉറങ്ങണ്ട, ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടണം, ഞങ്ങൾക്ക് കിട്ടാനുള്ള സമ്പത്ത് കിട്ടണം, ഞങ്ങൾക്ക് കിട്ടാനുള്ള പെണ്ണുങ്ങളെ പിടിക്കണം. ആ ആറ്റിറ്റ്യൂഡിലാണ് ഭീകരവാദ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. ഇനി ഹമാസിനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് പണ്ടുണ്ടായിരുന്ന ഒത്തിരി തീവ്രവാദ സംഘടനകളുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്നില്ല. ചെഗുവേരയുടെ സംഘടനയൊക്കെ അവിടെ പോയെന്നറിയത്തില്ല. ഉണ്ടോ? അറിയാമോ? ബൊളീവിയൻ കാർഡുകളെ വിറപ്പിച്ച ചെഗുവേര, ആ തീവ്രവാദികളൊക്കെ അവിടെ പോയി. ആകെപ്പാടെ കഷ്ടിച്ച് ക്യൂബ മാത്രം കമ്മ്യൂണിസ്റ്റായി. ബാക്കി രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റാക്കാൻ പറ്റുമോ? എത്ര ലക്ഷം പേരെ കുരുതി കൊടുത്തു ഓരോ സ്ഥലത്തും. അപ്പോൾ അവിടെ നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം. നമുക്കൊരു നേതാവ് ഉണ്ടായിരുന്നു, അങ്ങേരുടെ പേര് മഹാത്മാഗാന്ധി എന്നായിരുന്നു. അങ്ങേര് കൊന്നുള്ള രാഷ്ട്രീയം, നിങ്ങൾ മറ്റുള്ളവനെ കൊന്നിട്ട് എന്ത് നേടിയാലും അത് നേട്ടമല്ല എന്ന് പറയാൻ മഹാത്മാഗാന്ധിക്ക് പറ്റുമായിരുന്നു. അങ്ങനെ ഒരു നേതാവ് ഗൾഫിലില്ലാതെ പോയി. നാസറൊക്കെ ഉണ്ടായിരുന്നു. നാസറിനെ ഒറ്റ, അല്ലെങ്കിൽ ഈ മതമൗലികവാദികൾ അങ്ങനെ വരുന്ന നേതാക്കന്മാരെ പെട്ടെന്ന് ഇല്ലാതാകും ഏതെങ്കിലും കാരണത്താൽ. കാരണം എല്ലാവരും കറപ്ഷൻ ആയുധമായിട്ട് എടുക്കും മതം. ഇപ്പോൾ ഷായെ എതിർത്ത് എന്തിനാണ്? ഇറാനിലെ ഷായെ പുറത്താക്കിയതിൻ്റെ കാരണം കറപ്ഷനാണ്. അതാണ് പുറമേ പറഞ്ഞത്. പക്ഷേ അത് വന്നുപെട്ടത് മൗലികവാദികളുടെ കയ്യിലേക്കാണ്. പിന്നെ അമേരിക്ക ഇവരുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ആദ്യം അഭയാർത്ഥിയായിട്ട് പോകുന്നത് എങ്ങോട്ടോ? ഏതെങ്കിലും സമ്പന്ന രാഷ്ട്രങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയിലൊക്കെ പോകും ഇല്ലേ? ഇവിടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് റൂട്ട് തന്നെ രാവിലോട്ട് വൈകുന്നേരം വരെ അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യം. രക്ഷപ്പെടണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അത്രയ്ക്ക് മാത്രം അവസരവാദമാണ് ഇവരുടെ നയങ്ങളിലുള്ളത്. അതെല്ലാം മുസ്ലിം രാജ്യങ്ങളിലെല്ലാം. പാലസ്തീൻ ഫോം ചെയ്യുന്ന അവസാനം ഉണ്ടാകുന്ന എങ്ങനെ? അരാഫത്തിൻ്റെ കയ്യിലേക്ക് പാലസ്തീനെ നിയന്ത്രണം കൊണ്ട് ആ ഒത്തുതീർപ്പിന് മധ്യസ്ഥ വഹിച്ചാരാ? അമേരിക്കയല്ലേ? തീവ്രവാദ പ്രവർത്തകരാണ് മേടിച്ചു കൊടുത്തത്? അല്ലല്ലോ, അമേരിക്ക മേടിച്ചു കൊടുത്തേ. അപ്പോൾ ആ റോള് അമേരിക്കയ്ക്കുണ്ട്. മറിച്ച് അമേരിക്കയെ നിലക്ക് നിർത്താൻ പറ്റുന്ന ശക്തി റഷ്യ ദുർബലമായപ്പോൾ അമേരിക്ക ചെറുക്കാനുള്ള മറ്റ് ശക്തികളില്ലാതെ പോയി. ഹമാസിന് പറ്റാൻ പോകുന്ന കുഴപ്പം അമേരിക്ക ഇവനോട് ഡിക്റ്റേറ്റ് ചെയ്യാം. ഇവൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. ആ ഒക്ടോബറിലെ ഇസ്രായേൽ അധിനിവേശത്തിന് ശേഷം എത്ര പാലസ്തീൻകാർ മരിച്ചു? അവരൊന്നും തിരിച്ചൊന്നും ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അതിനെ ഹമാസിനോട് പൂജിക്കണം എന്നാണ് പറയുന്നത്. ഇല്ല, അവർ കണ്ണും പൂട്ടി അടി. അതിൻ്റെ 67,000 പേരോളം അവിടെ മരിച്ചതല്ല. അല്ലാതെ ഉറപ്പ് ഇങ്ങോട്ട് അടി കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അടിക്കും. ഇപ്പോൾ ഇവർക്ക് ഇസ്രായേലിനെ പറയാനൊരു കാരണമുണ്ട്. ഇവരാണ് തുടങ്ങി വെച്ചത്. ചിലപ്പോൾ അമേരിക്ക തന്നെ ആയിരിക്കും പറഞ്ഞപ്പോൾ ഹമാസിനോട് പറഞ്ഞാൽ നീ പോയി അവനെ ഒന്ന് അടിച്ചിട്ട് പോവാം.
കാരണം തിരിച്ച് കിട്ടാൻ പോകുന്ന അടി തന്നെ അമേരിക്കയ്ക്ക് അറിയാം. ഉം. ഇന്ന് ഖത്തറിൻ്റെ കാര്യം, ഖത്തറിന് ആരും തൊടിയെന്ന് അമേരിക്ക ഇപ്പോൾ ഉറപ്പ് കൊടുക്കും. അതെങ്ങനെ കൊടുക്കുന്നത്? അമേരിക്കയാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീവ്രവാദ പ്രവർത്തന പ്രസ്ഥാനങ്ങളെ ലോകത്തുള്ളിടത്തെല്ലാം തള്ളിപ്പറയാൻ തയ്യാറാകുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാകണം. അതിന് പറ്റിയ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എമർജ് ചെയ്യണം എല്ലാ രാജ്യത്തും. അത്ര മാത്രമേ ഉള്ളൂ.